സുഹൃത്തുക്കളെ, ഈ സുന്ദരൻ ലോകത്തിലുള്ള എല്ലാ വേസ്റ്റും എടുത്ത് തിന്നും, അവന് യാതൊരു വിഷമവുമില്ല. പക്ഷെ വിരയുടെ മരുന്ന് കൊടുക്കാൻ നേരം ഇവന് ഇച്ചിരി പരിപാടികളുണ്ട് കേട്ടോ. ഇവനോടേത് അവനത് തുപ്പും. വേണ്ട, വാങ്ങിക്കും, താഴെ ഇടും. കണ്ട, നോക്കണം, നടക്കെടുത്ത് തിന്നടാ. വാങ്ങിക്കും, താഴെ ഇടും. കണ്ടല്ല, നീ ഇവന് നമ്മളിത് ബലപ്രയോഗത്തോടു കൂടിയാണ് കൊടുക്കുന്നത്. എടാ വാതറേടാ, വാതറേടാ, വാതറ, അണ്ണാക്കോറ, അണ്ണാക്കോറ. ഓക്കെ, പിന്നെ കണ്ട, നോക്കട്ടെ. ഇനിയും വിശ്വസിക്കാൻ പറ്റത്തില്ല, ഇനിയും വിശ്വസിക്കാൻ. കണ്ട, ഇത് കണ്ട സാധനം പോയത്. തൂപ്പാതെ ഇത് കണ്ട, ഇവനെ ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല. അവനിട്ട് ഇത് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. വരുമാൻ പതുക്കെ താണ്ട ഇതിങ്ങനെ എടുക്കുക, വായിക്ക് അകത്തോട്ടിടുക, വായ ഇങ്ങനെ അടച്ചു പിടിക്കുക. ഇങ്ങനെ മൂക്കിൽ പതുക്കെ ഊതി കൊടുത്താൽ മതി കേട്ടോ. നോക്കട്ടെ, പോയി. ഇപ്പൊ ഇയാൾ നാക്കി പോയി കേട്ടാ. ഇപ്പൊ മനസ്സിലായോ? ഇവന് ബാക്കി ലോകത്തുള്ള എന്ത് സാധനങ്ങൾ വേണമെന്നുണ്ട്. അതെ, ഇവിടെ അടങ്ങിയിരുന്നേ, അടങ്ങിയിരുന്നേ. എന്ത് വേസ്റ്റ് സാധനം വേണമെന്നുണ്ടെങ്കിൽ ഇവനെ കടിച്ചെടുത്തോണ്ട് വരാം, തിന്നാൻ വിഴുങ്ങാം. ഈ ഒരു സാധനം ഒഴിച്ചിട്ട് പലരും ഈ ഒരു പരാതി പറയുന്നത് കേട്ടിട്ട്, വിരയുടെ ആ മരുന്ന് കൊടുക്കാനായിട്ട് ഭയങ്കര റെസിസ്റ്റൻസ് ആണെന്നുള്ളത്. നമുക്ക് കറക്ഷനും വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. ഇപ്പൊ മനസ്സിലായില്ലേ ഇത് കൊടുക്കുന്നത് എങ്ങനെയാന്നുള്ളത്? ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് കൊടുത്തിട്ട് ഇവൻ വിഴുങ്ങിയെന്ന് വിചാരിച്ച് പോകും. ചിലപ്പോൾ ഇവൻ 1 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും തുപ്പുന്നത്. ഇപ്പോഴും ഞാൻ നോക്കിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവൻ തുപ്പിയിട്ടുള്ള അനുഭവങ്ങളുണ്ട്. മനസ്സിലായല്ലേ? ഇപ്പൊ ബാക്കിയുള്ളവർ കൂടെ കൊടുക്കാം. എന്നിവിടെ വിരയുടെ മരുന്ന് കൊടുക്കുന്ന ദിവസമാണ്. അടുത്ത ടാബ്ലറ്റ് ടെസയ്ക്ക് കൊടുക്കാം. ടെസ പക്ഷേ വലിയ പ്രശ്നമൊന്നുമില്ല. വലിയതായിട്ട് അവള് വായി വെച്ചിട്ട് 1 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് തുപ്പാനുള്ള സാധ്യതയൊന്നുമില്ല. ഇറങ്ങി കഴിഞ്ഞാൽ ഇറങ്ങി. എന്നാലും നമുക്ക് ഇതേ രീതിയിൽ തന്നെ കൊടുക്കാം. അതായത് ആരെങ്കിലും അടിക്കൊണ്ടോ നോക്കണേ ഇത്. ഓക്കെ, വാ തുറന്നേടി, വാ തുറന്നേ. അതൊക്കെ വാ തുറക്കുക. തുപ്പാടി എന്തുകൂടെ അവിടെ തപ്പിച്ചോണ്ട. വാ തുറക്ക്, വാ തുറക്കുക. വായിലോട്ടിട്ടു, പോയി. നോക്കിക്കോണേ. ഇല്ല, അവള് വിഴുങ്ങി, അവൾക്ക് പ്രശ്നമൊന്നുമില്ല. അടുത്ത ആളാരാ? പ്രായം അനുസരിച്ച് ടൂണ പാടി. ടൂണയ്ക്ക് കൊടുക്കാൻ യാതൊരു വിഷമമില്ല. കണ്ടോ, ഇങ്ങോട്ട് ടൂണങ്ങി വാ, ടൂണങ്ങി വാ. ടൂണ മരുന്നാണ്, കളയരുത് കേട്ടാ. തിന്നോ, കടിച്ചു പൊട്ടിച്ചു. കണ്ടാ, വാവ്, എന്നാ ടേസ്റ്റ്. അവള് തിന്ന് കഴിഞ്ഞ്. ഓക്കെ, 3 പേര് കഴിഞ്ഞ്. ഇനി ബാക്കിയുള്ള കല്ലുമാണ്. അവൾ അടിച്ചു തന്നെ കേട്ടോ അത്. എന്നാവോ? കല്ലു തിന്നാണ്ടോ? കല്ലു ഈസി ആയിട്ട് നമ്മൾ വെച്ചു കൊടുത്താൽ മതി, തിന്നും. ഇനിയുള്ള 2 ഇച്ചിരി വെയിറ്റ് കുറഞ്ഞവരാണ്. അപ്പൊ നമുക്ക് ഇത്രയും വലിയ ടാബ്ലറ്റ് വേണ്ട, ഇച്ചിരി ഒന്ന് ചെറുതാക്കാം. ഹാപ്പി തുപ്പാൻ ചാൻസ് ഉള്ള ആളാണ്. അവൾ നമ്മൾ ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവള് വിഴുങ്ങും. പക്ഷെ അവൾ തുപ്പ് എപ്പോഴെങ്കിലും ഒക്കെ തുപ്പിട്ടുള്ള ആളാണ്. അതുകൊണ്ടിട്ട് നമ്മൾ വായിലോട്ട് ഇട്ട് കൊടുക്കുന്നു. പോയി കേട്ട, ഇത്രയേ ഉള്ളു. നമ്മൾ ആ വായിലിട്ടിട്ട് വായ അടച്ചു വെക്കുക. വായ അടച്ചിട്ട് ആ മൂക്ക് ഊതുന്ന സമയമില്ലേ, മൂക്കിൽ ഊതുമ്പോഴത്തേനും ഇവരറിയാതെ അങ്ങ് വിഴുങ്ങിപ്പോവും. അതാണ് സംഭവം. ചെറിയമാമൻ ചെയ്തോണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നമ്മൾ വായിലിടുമ്പോഴത്തേന് നാക്കിന്റെ അടിയിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇച്ചിരി കഴിഞ്ഞിട്ട് തുപ്പും. അതായിരുന്നു കള്ളത്തനെന്ന് പറയുന്നത്. ഇനി ഒരാളും കൂടെ ഉടായിപ്പോളും കാഴി കിടക്കുന്ന സാധനത്തിന്റെ കയ്യിലുണ്ട്. ഇവള് കഴിക്കും, എന്നാൽ ഈ ടാബ്ലറ്റ് ഇവക്ക് ആദ്യമായിട്ട് കൊടുക്കുവാണ്. തുപ്പാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. കൊടുത്തു നോക്കാം. എന്തായാലും തുപ്പാണെന്നുണ്ടെ അല്ലാതെ കൊടുക്കാം. എന്നാ അടുത്ത് തന്നോ. ഇത് കണ്ട, സാധനം തിരിച്ചു വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് തുപ്പും. അപ്പൊ തുപ്പുന്ന കണ്ടിട്ട് നമ്മൾ നേരത്തെ കൂട്ട് തന്നെ വായിക്കകത്തോട്ട് ഇട്ടു. ഓക്കെ, ഓ എന്താ ഞാനൊന്നും ചെയ്തില്ല. ഓക്കെ, പോയല്ല. കണ്ട, ഇത്രയും സിമ്പിളാണ്. നമ്മൾ ഈ ഈ വിരയുടെ എന്നുള്ളതല്ല, ഏത് ടാബ്ലറ്റ് ഡോക്സിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇതേ രീതിയിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഈ ഡിവേമിങ്ങിന്റെ വീഡിയോസ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും കഴിഞ്ഞ കുറെ കറക്ഷനിൽ നമുക്ക് ഈ വിരയുടെ മരുന്ന് കൊടുക്കുന്നതിന്റെ റെസിസ്റ്റൻസിന്റെ കാര്യങ്ങളൊക്കെ വന്നു. അത് മാത്രമല്ല, നമുക്ക് മനസ്സിലായെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നല്ലൊരു വിഭാഗം ഡോഗ് ഓണേഴ്സിന് ഈ ഡിവേമിങ്ങിന്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞുകൂടാ, അത് കൊടുക്കേണ്ട എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾ അറിഞ്ഞുകൂടാ, അളവ് അറിഞ്ഞുകൂടാ, ഒരു കാര്യവും ഒരു ക്ലാരിറ്റി ഇല്ല. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞിലേ മുതലേ, അതായത് ജനിച്ചിട്ട് 14ാമത്തെ ദിവസം മുതൽ ഡിവേമിങ് കണ്ടിന്യൂസ് ആയിട്ട് ഡോഗിന്റെ ഡെത്ത് വരെ, അതായത് മരണം, എത്ര നാൾ ജീവിച്ചിരിക്കുന്നോ അത്രയും നാളുള്ള കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമ്മൾ ഫുഡ് കൊടുക്കുന്നത് പോലൊക്കെ തന്നെ ഒരു ഷെഡ്യൂളിൽ ഇത് കൊടുക്കുന്നതാണ്.
ആദ്യം 14ാമത്തെ ദിവസം മുതൽ നമ്മൾ ആദ്യത്തെ 3 മാസം ഇപ്പൊ നമ്മൾ ഈ കൊടുത്തേക്കുന്നതെന്ന് പറയുന്നത് വോറക്സ് എന്ന് പറയുന്ന ടാബ്ലറ്റ്, അതിന്റെ എക്സൽ ആണ് കൊടുത്തേക്കുന്നത്. ഇവരെല്ലാവരും ഏകദേശം വലിയ ഡോഗ്സ് ആണ്. ഇവർക്ക് രണ്ടുപേർക്കും വെയിറ്റ് ഒരു ഇച്ചിരി കുറവായതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ വോറക്സ് എക്സൽ ആണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഈ 1 വയസ്സ് കഴിഞ്ഞ് ഏകദേശം 1 വയസ്സ് കഴിഞ്ഞല്ലോ എല്ലാവർക്കും. 1 വയസ്സ് കഴിയുമ്പോൾ മുതൽ നമ്മൾ 3 മാസത്തിൽ ഒരിക്കലാണ് ഈ വിരയുടെ മരുന്ന് കൊടുക്കുന്നത്. ഇനി ലൈഫ് ലോങ് ഈ ഒരു ഷെഡ്യൂളിലായിരിക്കും കൊടുക്കുന്നത്. 3 മാസം കൂടുമ്പം കൊടുക്കുക, അതായത് ഒരു വർഷത്തിന് 4 വട്ടം. ഓക്കെ. പിന്നെ നമ്മൾ ഈ കുഞ്ഞിലെയുള്ള പപ്പീസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 3 മാസം നമ്മൾ ഡിവാമിങ്ങിന്റെ മരുന്ന് കൊടുക്കുന്നത് സിറപ്പായിരിക്കും. സിറപ്പ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വെയിറ്റ് ഉണ്ടെന്ന് നോക്കുക. ആ വെയിറ്റ് നോക്കിയിട്ട് സിറപ്പ് എത്ര, ഇപ്പൊ 5 കിലോ ആണെന്നുണ്ടെങ്കിൽ 5 ml, 4 കിലോ ആണെന്നുണ്ടെങ്കിൽ 4 ml, ആ വിധത്തിലാണ് സിറപ്പ് കൊടുക്കുന്നത്. 3 മാസം കൊടുക്കുന്നത് 2 ആഴ്ച കൂടുമ്പോൾ 14 ദിവസത്തിലൊരിക്കൽ. ഇനി 3 മുതൽ 6 മാസം വരെ ഇവർക്ക് ഡിവാമിങ്ങിന്റെ മരുന്ന് കൊടുക്കുന്നത് മാസത്തിൽ ഒരിക്കലാണ്. അതായത് ഇപ്പം ജനുവരി 1 കൊടുത്താൽ അടുത്ത ഫെബ്രുവരി 1 കൊടുക്കുക, ആ രൂപത്തിൽ പോകും. അപ്പോഴത്തേനും മിക്കവാറും ഡോഗ്സ് 10 കിലോയ്ക്ക് മേളിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ടാബ്ലറ്റിലോട്ട് ഷിഫ്റ്റ് ആവുക. ടാബ്ലറ്റ് എന്ന് പറയുന്നത് നമുക്ക് 10 കിലോയ്ക്ക് ഒരു ടാബ്ലറ്റ് കണക്കിൽ മാർക്കറ്റിൽ കിട്ടുന്നത്. ഈ വോറക്സിന്റെ ഇപ്പൊ നമ്മൾ എക്സൽ കൊടുത്തില്ലേ, എക്സൽ എന്ന് പറയുന്നത് ലാർജ് ബ്രീഡ്സിനുള്ളതാണ്. അതിന്റെ തന്നെ 10 കിലോയ്ക്ക് ഒരു ടാബ്ലറ്റ് വെച്ച് കിട്ടും. ഇപ്പൊ അഥവാ 15 കിലോ ആണെന്നുണ്ടെങ്കിൽ 1.5 ഒന്നും ഉണ്ടായിരുന്നേ, 15 കിലോ ആണെന്നുണ്ടെങ്കിൽ 1.5 ടാബ്ലറ്റ്, 20 കിലോ ആണെന്നുണ്ടെങ്കിൽ 2 ടാബ്ലറ്റ്. അപ്പൊ 2 ടാബ്ലറ്റ് ഇതേപോലെ നമ്മൾ മെനക്കെട്ട് കൊടുക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. ചില ഡോഗ്സിന് ഭയങ്കര പാടായത് കൊടുക്കാൻ. അപ്പൊ ഫുഡിൽ പൊടിച്ച് ചേർത്ത് കൊടുക്കാറുണ്ട്. പൊടിച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ ഉള്ള ഒരു ഇഷ്യൂ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇത് ഡോഗ് ഫുഡ് കഴിക്കാതെ പോയി കഴിഞ്ഞാലേ അതിന്റെ കംപ്ലീറ്റ് ക്വാണ്ടിറ്റിയിൽ മരുന്നകത്ത് എത്തത്തില്ല എന്നുണ്ടെങ്കിൽ വിര കംപ്ലീറ്റ് ആയിട്ട് പോകത്തതുമില്ല. വിര ആ വെയിറ്റിനനുസരിച്ച് കറക്റ്റ് ആയിട്ടുള്ള അളവിൽ ഇത് കൊടുത്തിരിക്കണം. ചിലര് ഡോക്ടേഴ്സ് ആദ്യം ഓണേഴ്സിന്റെ അടുത്ത് പറയും, അതായത് 2 ml കൊടുക്കുക എന്നും പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വെയിറ്റ് നോക്കിയിട്ടായിരിക്കും. വെയിറ്റ് ചിലപ്പോൾ 2 കിലോ ആയിരിക്കും, 2 കിലോ ഉള്ള സമയത്ത് 2 ml കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടും. പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നില്ല വാക്സിൻ എടുക്കാനും ഒന്നും. അതുകൊണ്ടിട്ട് ഇവർ ജീവിതകാലം മൊത്തം ഈ 2 ml കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള കേസുകൾ വന്ന് അതുകൊണ്ടിട്ടാണ് പറയുന്നത്. അപ്പോൾ ഓരോ സമയത്തും വെയിറ്റ് നോക്കിയിട്ട് ആ വെയിറ്റിനനുസരിച്ചുള്ളതാണ് കൊടുക്കേണ്ടത്. ഇനി 6 മാസം മുതൽ 1 വയസ്സുള്ള ഡോഗ്സിനാണെന്നുണ്ടെങ്കിൽ 2 മാസത്തിലൊരിക്കൽ ഡിവേമിങ് ചെയ്തിരിക്കണം. അപ്പോഴും നമ്മൾ ടാബ്ലറ്റ് ആണ് കൊടുക്കുന്നത്. ടാബ്ലറ്റ് ഏകദേശം 30 കിലോയ്ക്കൊക്കെ മേലെ പോവുകയാണെന്നുണ്ടെങ്കിൽ എക്സലിലോട്ട് ചേഞ്ച് ആവുന്നതായിരിക്കും നല്ലത്. 25 കിലോയ്ക്ക് മേളിൽ പോയി കഴിഞ്ഞാലും ഈ ഡിവേമിംഗ് ടാബ്ലറ്റിന്റെ തന്നെ എക്സൽ ഉണ്ട്. എക്സൽ വാങ്ങിച്ചിട്ട് സിംഗിൾ ടാബ്ലറ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ചിലര് 3 ദിവസമായിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട്. ഈ രീതിയിൽ കൊടുത്താലും മതി. ഇനി കൊടുക്കുന്ന ടൈം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇവർക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ രാവിലെ ഏർലി മോർണിംഗ് ഫുഡിന് മുമ്പായിട്ടങ്ങ് കൊടുക്കും. ഓക്കെ, എല്ലാവർക്കും ഇപ്പോൾ ഒരുമിച്ചാണ് കൊടുക്കുന്നത്. ഇനി 3 മാസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ ചെയ്യും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു വിധത്തിൽപ്പെട്ട ഇവർക്ക് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഫുഡ് കൊടുത്തു കഴിഞ്ഞാലും വരെയുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടൊന്നും ശരീരത്തിൽ കിട്ടത്തില്ല. മിനറൽസിന്റെയും ന്യൂട്രിയൻസിന്റെ ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടാവും. നമ്മൾ ഒരുപാട് സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് കംപ്ലീറ്റ് ആയിട്ട് ഇവർക്ക് കിട്ടണമെന്നില്ല. അപ്പൊ എന്തായാലും എല്ലാവരും കറക്റ്റ് ആയിട്ട് ഡിവേമിംഗ് ചെയ്യുക. നിങ്ങളുടെ ഡോഗ്സിന് ഡിവേമിംഗ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക.